ഹായ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ എന്തെങ്കിലും ഹൽദി പരിപാടിക്കൊക്കെ ആവുന്നു. അതെ കേട്ടോ, നമ്മൾക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു ഡയറക്റ്റ് കസിൻ്റെ കല്യാണം 8-ാം തീയതി ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് തലേദിവസം പ്രോഗ്രാമിന് പകരം അവർ തലേദിവസമായിട്ടാണ് ഹൽദി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 8-ാം തീയതി കല്യാണം, 9-ാം തീയതി റിസപ്ഷൻ, അതിന് മുന്നായിട്ട് 6-ാം തീയതി നമുക്ക് ഹൽദി, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല, കാരണം 7-ാം തീയതി അവർ പുടവ കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് കുറേ ദൂരമുണ്ട്, അതുകൊണ്ട് നമ്മൾ പരിപാടിക്ക് പോകുന്നില്ല കേട്ടോ. കാര്യം നമ്മുടെ ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയ്ക്ക് എത്തണം, ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ. നമുക്ക് എന്തോരം ദൂരമുണ്ട്, എല്ലാം കൂടി ആകുമ്പോൾ 4 ദിവസത്തെ ട്രിപ്പായിരിക്കും നമുക്ക്. കാര്യം 8-ാം തീയതി കല്യാണം ഉണ്ട്, 9-ാം തീയതി റിസപ്ഷൻ ഉണ്ട്, ഇപ്പം ഇന്ന് 6-ാം തീയതി നമുക്ക് ഈ ഹൽദി പരിപാടി, 7-ാം തീയതി പുടവ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് 4 ദിവസത്തെ ചിറ്റലായിരിക്കും. പിന്നെ മക്കളുള്ളതല്ല, അപ്പോൾ കുറേ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഹൽദിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഇതൊക്കെ. നമ്മളൊരു കാറ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ഇപ്പോൾ പോകാനായിട്ട് ഞാനും അച്ഛനും അമ്മയും പിന്നെ ധ്രുവിയും തെച്ചുമാണ് ഉള്ളത്. പിന്നെ ഉള്ളത് നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ 4 പേര്, നമ്മൾ 5 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പോകാനായിട്ട്. നമ്മളെൻ്റെ കാറിലൊക്കെ കയറി റെഡി ആയിട്ടൊക്കെ ധ്രുവയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, റെഡി ആയി കഴിഞ്ഞാൽ ദച്ചൂസിന് ഇങ്ങനെ എപ്പോഴും തോണ്ടി കുറുമ്പ് കാണിച്ചിരിക്കൽ ഇത്തിരി കൂടുതലാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നത്തെ ഫോട്ടോസ് നോക്കിയാൽ അറിയാം, ദച്ചൂസിൻ്റെ മുഖം ആകെ വാശി പിടിച്ച് കരഞ്ഞിട്ടുള്ളൊക്കെ ഒരു മുഖമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുന്ന് കല്യാണം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂനമാവ് സൈഡിലാണ്. കൂനമാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം എത്തണ്ട കേട്ടോ, അതിന് മുന്നൊക്കെ ആയിട്ടാണ് ഈ കൂനമാവ് എന്നുള്ള സ്ഥലം വരുന്നത്. എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, കാര്യം ഞാൻ ആ സൈഡ് അധികം പോവാത്ത കാരണം എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കല്യാണം വരുന്ന കൂനമാവ് സൈഡിലാണ്, ഒരു പാരിഷ് ഹാളിലാട്ടോ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഈവനിങ് ഒരു 6 o'clock മുതൽ ഒരു 10 o'clock വരെ അങ്ങനെയാണ് നമുക്ക് ടൈം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നാലും നമ്മളെന്തായാലും നേരത്തെ എത്തണമല്ലോ, കാരണം നമ്മൾ അറിയാലോ വലിയച്ഛൻ്റെ മക്കളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എത്തണമെന്നൊക്കെ വെച്ച് 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. ഇപ്പോൾ 4 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയെങ്കിൽ കൂടെ നമുക്ക് വഴിയൊക്കെ തെറ്റി കേട്ടോ. കാരണം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വന്ന ആൾക്കും അധികം പരിചയമില്ലാത്ത വഴിയായിരുന്നു. അപ്പോൾ കുറേ വഴിയൊക്കെ തെറ്റി, ഒത്തിരി ചിറ്റലുണ്ടായിരുന്നു. എന്നാൽ പോലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 6:30 ആയിട്ടാണ് അവിടെ എത്തിയെങ്കിൽ പോലും എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക, ഇപ്പോൾ ബന്ധുക്കളും ഒക്കെ ഞാൻ പറഞ്ഞില്ല എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും എളയച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ അടുത്ത് ആങ്കർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ രണ്ടും കൽപ്പിച്ച് ആങ്കർ ചെയ്യാനൊക്കെ കയറി. ജസ്റ്റ് ഇപ്പോൾ പിന്നെ നമ്മളുടെ ബന്ധുക്കളാണല്ലോ എല്ലാവരും, അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല, നമ്മൾ കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. എന്തായാലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ആങ്കർ ചെയ്തത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ആരും എടുത്തില്ലായിരുന്നു, അപ്പോൾ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതെൻ്റെ ഇല്ല കേട്ടോ. പിന്നെ ആങ്കറിങ് എന്ന് വെച്ചാൽ അത്ര വലിയ പണിയൊന്നും ആയിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ പോയിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്താൽ, പിന്നെ എല്ലാവരും നമ്മളുടെ ബന്ധുക്കൾ തന്നെയാണല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഇവിടെ മഞ്ഞൾ കല്യാണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഹൽദി എന്ന് പറഞ്ഞാൽ പോലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെക്കൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ കല്യാണത്തിന് ചെക്കന് മഞ്ഞളൊക്കെ കുറേ വാരി തേക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അലർജിയൊക്കെ ആയാലോ. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ മഞ്ഞൾ കല്യാണം മാറ്റിയിട്ട് നമ്മൾ കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് മ്യൂസിക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. 2 ചേച്ചിമാർ ഇതുപോലെ പാട്ട് പാടാനും പിന്നെ ആളുടെ ഒരു മോളും ഉണ്ടായിരുന്നു പാട്ട് പാടാനൊക്കെ. അപ്പോൾ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടി. ദച്ചൂസൊക്കെ ഡാൻസ് കളിച്ചു. ദച്ചൂസിനൊന്ന് ധ്രുവയ്ക്ക് നന്നായി ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഇവരെ തന്നെ ശ്രദ്ധിക്കായിരുന്നു, ഈ കുട്ടികളെ ഏതാ, ആരുടെ മക്കളാ, ആരെ കുട്ടികളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് അതൊക്കെ. കാര്യം ഇവരെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചല്ലോ, ഇവരിങ്ങനെ നിർത്താതെ ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ. സ്റ്റേജുമ്പോൾ കയറും, കുറേ നേരം താഴെ കളിക്കും, ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ പണി കേട്ടോ. പിന്നെ പറയാനുണ്ടോ, നാട്ടിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ഓരോരോ 1-2 കല്യാണങ്ങൾ, ചിലപ്പോൾ കല്യാണം പോലും കിട്ടാറില്ല നമുക്ക്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് കിട്ടിയ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ പിള്ളേർക്ക് ഇതൊക്കെ എന്താ പറയുക, അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കല്യാണങ്ങളടക്കം കൂടാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം നാട്ടിൽ വരുമ്പോൾ ഒരു കല്യാണം കിട്ടാറൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ തൊട്ട് എന്താ പറയുക, അത്രയും അടുപ്പുള്ള ഒരാളുടെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കിവിടെ ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പരിപ്പ് കറി കേട്ടോ. ഈ സൈഡിൽ നെയ്ച്ചോറും ബീഫും പരിപ്പ് കറിയും കൊടുക്കും ഇത്ര. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പരിപ്പ് കറി എന്ന് പറയുന്നത്. കാരണം നെയ്ച്ചോറ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ പച്ചക്കറി സദ്യ ഉണ്ടായിരുന്നു, ചോറ്, പിന്നെ ഉപ്പേരി, സാമ്പാർ. ഉപ്പേരി കായുപ്പേരി ആയിരുന്നു, സാമ്പാർ, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. കാരണം ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ അങ്ങനെ, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം നമ്മളുടെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അറിയാലോ, ഇങ്ങനെ വല്ലപ്പോഴും കല്യാണത്തിനൊക്കെയാവും നമ്മളിങ്ങനെ എല്ലാവരും കൂട്ടിയിരുന്ന്
വർത്തമാനം പറയാൻ പറ്റുന്നതും എല്ലാതും വല്ലപ്പോഴും കാണാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങണം എന്നുള്ള ചിന്ത വന്നത്. 10 മണിയല്ല 9:30 ആയപ്പോഴാട്ടോ ഇറങ്ങണം എന്നുള്ള ചിന്ത വന്നത്. കുറച്ച് നേരത്തെ നമുക്ക് ചിന്ത വന്നു. കാര്യം ഇരുട്ടായി തുടങ്ങി. ഇരുട്ട് പിന്നെ പറയേണ്ട, ഭയങ്കര ഇരുട്ടായി. നമുക്ക് വീട്ടിലെത്തണമല്ലോ, കുറേ എത്തണം. വരുമ്പോഴേ എന്തായാലും വഴി തെറ്റി, പോകുമ്പോൾ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു 9 മണി 9:30 ആയപ്പോൾ തോന്നി തുടങ്ങിയ വീട്ടിൽ പോവാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം എന്തായാലും ഫുഡും കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. തിരിച്ചു വരുമ്പോൾ ധ്രുവയും തെച്ചും വാശി പിടിച്ചിട്ട് നാത്തൂൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ കൂടെ. അവനാണെങ്കിൽ ധ്രുവയുടെ സെയിം ഏജാണ്. അപ്പോൾ പിന്നെ അവർ ഭയങ്കര കമ്പനി കേട്ടോ. അതുപോലെ തെച്ചൂസും അതെ. നാത്തൂന് 2 മക്കളാണ് കേട്ടോ. അവരെ മൂത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4th ക്ലാസ്സിലാണ്. അപ്പോൾ ആൾ കുറച്ചുകൂടെ വലുതാവുന്ന കാരണം ഇത്തിരി സൈലൻ്റ് ആയിപ്പോട്ടോ. അപ്പോൾ ഇവനെ ആണെങ്കിൽ 2ാമത്തെ ആളാണെന്ന് വെച്ചാൽ ധ്രുവിൻ്റെ ചേട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ഇവർക്ക് അവനും വേണം എന്നാണ് വാശി പിടിച്ച് പിന്നെ നമ്മൾ അവനെയും കൊണ്ടിട്ടാണ് വന്നത്.